ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ അലൈറ്റ് മോഷൻ്റെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് ഇന്ന് നോക്കുന്നത്. സോ ഇതിൽ എപ്പിസോഡ് എന്ന് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു അലൈറ്റ് മോഷൻ്റെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഡെയിലി ഓരോന്ന് വെച്ച് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സോ ഡെയിലി ചെയ്യാൻ ഞാൻ നോക്കാം, മാക്സിമം നോക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. സോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയലാണ്. സോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കൂടാതെ ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റിൻ്റെ XML ഫയലിൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീൻ ബാക്ക് കൂടെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിലും ആഡ് ആക്കിയിട്ടുണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. ആദ്യം അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു 1:1 പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഇമേജസോ വീഡിയോസോ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ 2-3 കട്ട്സ് കൂടെ ആഡ് ആക്കുന്നുണ്ട്, ഒരു 4 കട്ട്സ് കൂടെ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. സോ ഒരെണ്ണം കൂടെ ആഡ് ആക്കിയിട്ട് നമുക്ക് നേരെ ട്യൂട്ടോറിയൽ ചെയ്യാം. സോ ഇവിടെ 4 കട്ട്സ് ആഡ് ആക്കിയിട്ടുണ്ട് ഞാൻ. സോ ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഷെയ്ക്ക് ആഡ് ആക്കി കാണിച്ചു തരാം. സോ അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഷെയ്ക്ക് ആഡ് ചെയ്യാം. സോ അതിനായി ഫസ്റ്റ് തന്നെ നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഒരു ടൈൽസ് എഫക്റ്റ് ആഡ് ആക്കിയിട്ട് എനേബിൾ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോവുക. എന്നിട്ട് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ആക്കിയിട്ട് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട എഫക്റ്റാണ് ഓക്സിലൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഷെയ്ക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് ഫസ്റ്റിൻ്റെ ആംഗിൾ നമുക്ക് 0 ആക്കി കൊടുക്കാം. സോ ഇവിടെ നമുക്ക് മേലത്തെ വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ആംഗിൾ 0 ആക്കി കൊടുക്കാം. ശേഷം ഇവിടെ ഫ്രീക്വൻസി എന്നുള്ളത് നമുക്കൊരു 3.14 ആക്കി കൊടുക്കാം. 3.40 ആക്കിയിട്ട് മാഗ്നിറ്റ്യൂഡിന് അവിടെ ഫസ്റ്റിനെ ശ്രദ്ധിക്കണം. സോ ഫസ്റ്റിനെ നമ്മൾ 0 ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് കീ ഫ്രെയിം നമുക്കൊരു 300 ആക്കി കൊടുക്കാം. 300 പ്ലസ് ആക്കാം. ഞാനൊരു 300 പ്ലസ് ആക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി കൊടുക്കാം. സോ ഈ ഒരു ഗ്രാഫ് ആഡ് ആക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പോൾ ഒരു ഷെയ്ക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ആംഗിൾ ഡെപ്ത് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ആക്കി കൊടുക്കുക. സോ അതൊന്നും ഇവിടെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല, ആംഗിളാണ് ഇവിടെ ബെറ്റർ ആയിട്ടുള്ളത്. ശേഷം നമുക്ക് ഇതിലേക്ക് ട്രാൻസിഷൻസ് ആഡ് ആക്കി കൊടുക്കാം. സോ അതിനായിട്ട് ഈ ഒരു കട്ട്സ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മൂവ് ആൻഡ് ട്രാൻസിഷനിൽ പോയിട്ട് സൂമിൻ്റെ എഫക്റ്റ് എടുത്ത് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോയി സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കീ ഫ്രെയിം ആഡ് ആക്കി കൂട്ടി കൊടുക്കാം. സോ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കാം. ശേഷം ഇതേപോലെ തന്നെ നിങ്ങൾ അപ്പുറത്തും സെറ്റാക്കി കൊടുക്കാം. അപ്പുറത്ത് നമുക്ക് ഒരു റൊട്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഒരു റൊട്ടേഷൻ്റെ അവിടെ ഒരു കീ ഫ്രെയിം സെൻറ്ററിൽ ആഡ് ചെയ്ത് എൻഡിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് അടിയേക്ക് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കാം. അതേപോലെ തന്നെ അപ്പുറത്തും സെറ്റാക്കി കൊടുക്കാം. സോ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം എന്നിട്ട് ബാക്ക് അടിക്കാം. അപ്പോൾ ഒരു ട്രാൻസിഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആദ്യം ആഡ് ചെയ്ത ഈ ഒരു എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് അപ്പുറത്തെ എല്ലാ കട്ട്സിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു ഷെയ്ക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ആ ഒരു ഓക്സിലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ഷേക്ക് കൂടെ ക്രിയേറ്റ് ആയി കിട്ടും. സോ നിങ്ങളുടെ ആ ഒരു ബീറ്റിനനുസരിച്ച് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഇനി അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.